ഇല്ല, ലാഭത്തിലൊന്നും ആയിട്ടില്ല. KSRTC ദൈനംദിനമുള്ള വരുമാന നഷ്ടം കുറയ്ക്കുകയും പിന്നെ KSRTC ദൈനംദിനം ചെലവിനേക്കാൾ കൂടുതൽ വരവ് നേടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് KSRTCക്ക് 10,2700 അതിൽ കൂടുതൽ കടങ്ങളും പല ബാധ്യതകളും പല സ്ഥലത്തും ഉണ്ട്. ജീവനക്കാരുടെ പെൻഷൻ പറ്റി വരെ പൈസ കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് ലൈബിലിറ്റി ഉണ്ട്. പിന്നെ MICT ലൈബിലിറ്റി ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ തീർത്ത് നമ്മളിതിനെ കരകയറ്റി 1-ാം തീയതി ശമ്പളം കൊടുത്തും പിന്നെ ഒരു നഷ്ടമില്ലാതെ എല്ലാ യൂണിറ്റുകളും നടത്തിയും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് KSRTC ജീവനക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. വഴിയെ പോകുന്നവർക്ക് എന്തെങ്കിലും പറഞ്ഞ് അത് കൊടുക്കാം ഇത് കൊടുക്കാമെന്ന് പറയാമെന്നുള്ളത് ഇത് ഒരു 2 മാസം ഈ പറയുന്ന ആനുകൂല്യം നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ KSRTC പിന്നെ ശമ്പളം ഉണ്ടാവില്ല, KSRTC ഉണ്ടാവില്ല. KSRTCയുടെ സ്ഥിതി എനിക്കറിയാവുന്നതൊക്കെ അവർക്ക് അറിയത്തില്ല. വെളിയിൽ നിന്ന് എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞ കർണാടകത്തിൽ എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പോയി എല്ലാവർക്കും ഫ്രീ ആക്കി കൊടുത്തു സ്ത്രീകൾക്കെല്ലാം. ഇപ്പൊ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കടുത്ത നഷ്ടത്തിലും പ്രതിസന്ധിയിലാണെന്ന് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാനത് കണ്ടതാണ്. അപ്പൊ അതുപോലെ ഇത് അത്ര പോലും സമയം ഉണ്ടാവില്ല. ഇത് 1 മാസം പോലും പോവില്ല. കാരണം ഇത് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഇലക്ഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് പൊതു ഖജനാവിലെ പണം എടുത്ത് ദൂർത്തടിച്ച് വോട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. ഇവര് നേരത്തെ പറഞ്ഞല്ലോ, ഈ 2,000 രൂപ 1,600 രൂപ 2,000 രൂപയാക്കി കൊടുത്തവൻ പറഞ്ഞ് പിണറായി സർക്കാർ കൈക്കൂലി കൊടുത്തെന്നാണ് പറഞ്ഞു ജനങ്ങൾക്ക്. അതേ അഭിപ്രായമല്ലേ 3,000 ആക്കി കൊടുക്കാന്ന് പറയുമ്പോഴും. ഇവർ പറഞ്ഞതല്ലേ ഉള്ളൂ. UDF സർക്കാരിന്റെ കാലത്ത് 600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു, 500 രൂപ 600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ആ 100 രൂപയുടെ വർധനവ് 18 മാസം കൈമാറിയില്ല. 18 മാസം കൈമാറാതെ അവർ അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം ബാക്കി കൊടുത്തതും പിന്നെ വർദ്ധിപ്പിച്ച് 1,600 ആക്കിയതും അത് 2,000 ആക്കിയതും 1ഉം 2ഉം പിണറായി സർക്കാരാണ്. അപ്പൊ അത് പറഞ്ഞപ്പോ കൈക്കൂലിയാണെന്ന് പറയുക, ഇത് പറയുമ്പോൾ നല്ലതാന്ന് പറയുക. അത് രണ്ടും ശരിയല്ല. KSRTCക്ക് ഇത് താങ്ങാൻ പറ്റത്തില്ല. കാരണം നിലവിലുള്ള ആനുകൂല്യങ്ങൾ എനിക്ക് തോന്നുന്ന ഈ മീഡിയ പേഴ്സണ് കൊടുക്കുന്ന പാസുകൾക്ക് മാത്രമാണ് KSRTCക്ക് റീഇംബേഴ്സ്മെന്റ് PRDയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉണ്ടോന്നറിയില്ല, നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. ബാക്കി എല്ലാ സൗജന്യങ്ങളും കുട്ടികളുടെ സൗജന്യം അടക്കം ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായി 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം അതിന് 10,000 കോടി രൂപ KSRTC കൊടുത്തിട്ടുണ്ട്. അതൊരു മാസം 50 കോടി രൂപ ശമ്പളം കൊടുക്കാനും ഏതാണ്ട് 74 കോടി രൂപ പെൻഷൻ കൊടുക്കാനുമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ. അങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഇത് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. അത് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം ഇതിൽ കൂടുതൽ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്?